ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നതാണ്. ഹാപ്പി ഓണം എല്ലാവർക്കും. ഫസ്റ്റ് തന്നെ ഗൈസ്, ഇത് ഞാനും എൻ്റെ അച്ഛനും കൂടി ഉണ്ടാക്കി. എന്താ പിന്നെ ഇവിടെ അമ്പലത്തിൽ പോയിട്ട് വരുന്നു വന്നോ? ഗൈസ്, ഇന്ന് നമ്മളില്ലേ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ വെച്ച് പോവാണ്. ഞാൻ കണ്ടോ, നല്ല ഭംഗിയിൽ പോലെ കണ്ടോ. ഈ പൂവാണ് നമ്മളുണ്ടല്ലോ മുടി വരച്ചേ. ഇതെന്താ ഫുള്ള് ലുക്കാണ്. പട്ടിപ്പ അവിടെ കൃഷ്ണനെ ഉണ്ട്, കണ്ടോ. ഞാൻ ഒറ്റക്ക് ഒരുങ്ങിയതാണ്. സോറി, ഞാൻ ഒറ്റക്ക് ഒരുങ്ങിയത്. അപ്പോൾ ചേച്ചി തന്നെ റെഡിയാക്കിയതാണ്. എല്ലാവർക്കും നമസ്കാരം. ഹനി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓണം വ്ളോഗാണെന്ന്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പൂവൊക്കെ ഇട്ടു. പൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും 9:30 ആയി. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലല്ല, ഒരു 20-21 കിലോമീറ്റർ ദൂരെ കാൽപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അങ്ങോട്ട് പോവാം. അങ്ങനെ ഞങ്ങളിതേ കാൽപ്പിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് പേരൊക്കെ കൂടി വരാനുണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. ഞങ്ങളാണ് ആദ്യം എത്തിയ ആൾക്കാർ. ബാക്കിയുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാവം ചേച്ചി, ഈ 10 മണീൻ്റെ കൊമ്പ് എനിക്ക് തരണേ. ഈ കളർ എനിക്കില്ല. ചേച്ചിയുടെ വഴുതനയൊക്കെ ഉണ്ട്. അന്നത്തെ വഴുതന നല്ലതായിരുന്നു കേട്ടോ, നല്ല വഴുതന. ഓഹോ, പെണ്ണ് കാണാൻ എനിക്ക് വരുന്നു. കുഞ്ഞിന്റെ പേരെന്താ? ആണോ? ഹനി, ലെമൺ ജ്യൂസാണ്. അതൊക്കെ ആർട്ടിസ്റ്റാണ്, ആർട്ടിസ്റ്റ്. എന്നിട്ട് പക്ഷേ ചേച്ചി ഉണ്ണിയപ്പം ഉണ്ടാക്കിയോ? മിടുക്കി, കണ്ട പാവം. എന്തോ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? ഞാനൊരു പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ചക്രശ്വാസം വലിച്ചു. ഹലോ, ഹാപ്പി ഓണം. എവിടെ നിന്റെ ഉമ്മയും ഉമ്മൂമ്മയൊക്കെ എവിടെ? അല്ല, അവർ ചേച്ചി കുളിക്കുന്നേ ഉള്ളൂ. പൂക്കളത്തിനൊരു കുഞ്ഞ് അഡീഷൻ കൂടിയുണ്ടേ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പൂ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് അതിൻ്റെ ചുറ്റും കുറച്ചും കൂടി പൂവും കൂടി ഇട്ട് പൂക്കളത്തിനൊന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നോക്കാം. ഉള്ള കച്ചോളാമ്മ. അങ്ങനെ പൂക്കളം കംപ്ലീറ്റ് ആയി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇനി വരാനുള്ള ഫ്രണ്ട്സും കൂടി വന്നു. ഇനി നമുക്ക് ഓണാഘോഷത്തിലേക്ക് കിടക്കാം. സാരി കൊടുത്ത് വന്നിരിക്കുന്നു. ഓ സുന്ദരി, ഹാപ്പി ഓണം. സുന്ദരി വന്നിരിക്കുന്നു. എല്ലാവരും പച്ചയാണോ? സാറിന് മാത്രം നിങ്ങൾ പച്ച കൊടുത്തില്ല? നിങ്ങൾ അമ്മയും മകളും മാത്രം പച്ച. അതേ നോക്ക്, എന്റെ കൊച്ചു നോക്ക്. ഇതിന്റെ മല കൊള്ളാം. ഞാൻ ഈ കമ്പല് മലയ്ക്കാണ് നോക്കണേ. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു, ഭക്ഷണ സാധനങ്ങളൊക്കെ വന്നു. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടാവാം. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികൾ. ഐസിൻ നേരെ നോക്ക്. ഐസിന്റെ എക്സ്പ്രഷൻ ശരിയായില്ല. അവന് വെയില് കാരണേ. സൺഗ്ലാസ് കൊണ്ടുവന്നില്ലേ?
കുറയുന്ന പേര്. അടുത്ത ഫാമിലി ചേച്ചി രണ്ടാമത് അടിപൊളിയായി അല്ലേ? അതെ അതെ, അവളെയും കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു. ഐസിൻ എന്താടാ അവിടെ പോയി നിൽക്കണേ? ഞാൻ സാരി ഉടുപ്പിച്ചേക്കാൻ ഒരു മാഗ്നി ഉണ്ടായ കാരണം ചെറുതല്ലേ ആച്ചുവാടാ. നന്ദുവിന്റെ ഒരു കുറവുണ്ട്. എന്തേലും നോക്കണ്ട, ബാക്കി എല്ലാത്തിലും നോക്കിയാൽ മതി കേട്ടാ. ഇല്ല അതെടുത്തില്ല, അതെടുക്കാം. അടുത്തായി അത് അടുത്ത് നിക്ക്. പാവ ആ കുഞ്ഞിനെ നല്ലോണം വെയിലടിക്കണ്ട്. ഐസിന് അവനെ സൺഗ്ലാസ് കൊണ്ടുവരേണ്ടതായിരുന്നു. ആ സാറ് അവിടെ നിന്നോ. ചേച്ചി പോ ചേച്ചി. ഷാഫി വരൂ, ഐഫോൺ ഓപ്പറേറ്റർ. തരണേ. എടുത്താലും ഷാഫിക്ക് ശരിയാവുന്നില്ല. ജമിനിയെ കൊണ്ട് താജുനെ സാരി ഉടുപ്പിക്കാം നമുക്ക്. താങ്ക് യു. നോർമൽ വെള്ളം അതിൻ്റെ കൂടെ ഒഴിക്കണം. മയിൽ കയറിയുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് പോയപ്പോ ഒരു 2 കറി അപ്പുറത്തുണ്ടല്ലോ. 10 മണിക്ക് ആ എനിക്ക് വിളിച്ചിട്ടുണ്ട്. അവിയലോ? ഓക്കെ. ശർക്കര വരട്ടി, ഓലൻ, നല്ല സ്പൂൺ, കാളൻ, രസം, അവിയൽ. രണ്ടും അവിയലല്ലേ? ചോറ്, പിന്നെന്താ പുളിയിഞ്ചി, രസം, പപ്പടം. ഇത് പിന്നെയും ചോറ്. ആ അത് ഞാൻ കണ്ടു. സാമ്പാർ. അതെന്താ പ്രഥമനല്ലേ ചേച്ചി? പായസമല്ലേ? യെസ്, ദിസ് ഇസ് സാമ്പാർ. കുക്കറിലെന്താ? അതിവിടെ ബീട്രൂട്ട് പച്ചടിയും ഉപ്പേരിയും ഉണ്ട് ചേച്ചി കേട്ടോ. ബീട്രൂട്ട് പച്ചടി ഉപ്പേരിയും ഉണ്ട്. ഒരല്ല എനിക്ക് ഫോട്ടോ എടുക്കാൻ തരണേ. എൽപ്പിൻ്റെ സൈഡിൽ നെയ്യ്. ആ മതി സാർ, അത്രേ വേണ്ടു. ഉപ്പ് ഇഷ്ടം പോലെ വിളമ്പിക്കോ. വിളമ്പുന്ന ആളുടെ ഇഷ്ടമാണ്. അതെന്താ കാളനോ? ഓലൻ എല്ലാം കുറച്ച് കൊടുത്താൽ മതി സാറേ, വളരെ കുറച്ച്. വേണമെങ്കിൽ മാത്രം 2ാമത് കൊടുക്കാം അല്ലേ? കുറച്ച് കൊടുത്താൽ മതി. രാജു ഇത്തിരി. ആ ബസ് ധാരാളം. ഇഞ്ചി, അലാം അടിക്കുന്നു. ബീട്രൂട്ട് പച്ചടി. ചിക്കൻ ഫ്രൈ ഇല്ലാണ്ട് നമുക്ക് എന്തോണം.
ശേഷം ചിരി നോക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടപ്പോൾ റിക്കിനും ഇത്തിരി സന്തോഷമായോ? ആ അപ്പം അടുത്ത സന്തോഷം വരുന്ന ആളെ കണ്ടോ ദയ്യാളാണ്. ചിക്കൻ ഫ്രൈ കാണുമ്പോൾ സന്തോഷം. ആ അല്ല ഞങ്ങള് പണ്ടേ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന ആൾക്കാരാ. പഴം സാമ്പാർ ലാസ്റ്റ് ചോറ് കഴിച്ചു. പപ്പടം വെച്ചോ ചേച്ചി? പപ്പടം എന്താ? പപ്പടം അതാ പപ്പടം. അല്ലേ ഗ്ലാസ് കൊടുക്കാം. സാമ്പാർ എരിശ്ശേരിയാണോ അത്? എരിശ്ശേരി കഴിച്ചോട്ടോ. പായസം കുഞ്ഞു പായസം കുടിച്ചോട്ടോ. ശർക്കര പായസം വേണോ പാൽപ്പായസം വേണോ? ഇനി പറഞ്ഞോ. ആ കഴിക്ക്. സാമ്പാറും കുഴച്ച് കഴിക്ക്. ആ കുഞ്ഞ് കഴിക്ക്. ഏതിലാണ് മിടുക്കി അല്ലേ കുഞ്ഞ? ശേഷാന് ചോറ് വേണോ? ഇത്തിരി എന്നാ പായസം കുടിക്കേ. അല്ലല്ല അവൻ അത്ര കഴിക്കും. രസം വേണോ ചേച്ചി? അവന് ഇത്തിരി രസം ഒരു ഗ്ലാസ്സിൽ കൊടുത്താൽ പറയണേ. ഇപ്പൊ മോചിത്ത് വന്നാൽ മോചിത്തിനും ഇത് സദ്യ കഴിക്കാന്നുള്ളത് പനിഷ്മെന്റാ. എന്നല്ലെങ്കിൽ പറയും എന്തിനാ സദ്യ? കാരണം ഞാൻ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയേ. ആ ഞാനത് തിരുവാതിര പ്രാക്ടീസിന് ഞങ്ങൾ കഴിക്കുമ്പോൾ എടുത്താൽ മതി. ഓക്കെ. എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നീ ഒരു കറി കഴിച്ചു, പുളി ഇഞ്ചി അവിയൽ കഴിച്ചു. അവിയൽ കഴിച്ചിട്ട് അപ്പം തന്നെ നീ കാളം കഴിക്കുമ്പോൾ നിനക്ക് അവിയലിനും കാളൻ്റെ ടേസ്റ്റ് മിക്സ് ആവില്ലേ? അപ്പോൾ അതാവാണ്ടിരിക്കാൻ വേണ്ടി നീ അവിയൽ കഴിച്ചിട്ട് ഓലൻ കഴിച്ചിട്ട് ആണ് പച്ചടി കഴിക്കുന്നെങ്കിൽ അവിയലിൻ്റെ ടേസ്റ്റ് മാറി പച്ചടീൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. കാരണം ഓലന് പ്രത്യേകിച്ച് എൻ്റെ ശർക്കര വരട്ടിയൊക്കെ ഏതൊക്കെയോ കഴിച്ചിട്ടുണ്ട്. ആൻറ്റി കഴിക്കില്ല. നല്ല ശീലങ്ങളാ. ഇതെന്താ അച്ചാറാ? ബീട്രൂട്ട് അച്ചാറോ? ബീട്രൂട്ടും വേറെ സാധനം കൂടി ഉണ്ടായില്ല. എന്താ പറയാ സാർ എനിക്ക് ഓരോ സാധനം തന്നെ ഇതൊക്കെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വേണം പറയും. ആ ഇവിടുത്തെ കാന്താരി ഉപ്പിലിട്ടത് ഞാൻ ടേസ്റ്റ് ചെയ്യണം വിചാരിച്ചിട്ട് തന്നെ വന്നത്. അതിന്റെ ടേസ്റ്റ് അമ്പാല വരെ എത്തിയായിരുന്നു. ഉപ്പിലിട്ടത് തരൂ പ്ലീസ്. കുറച്ച് മതി മോനെ, കുറച്ച് മതി. ആ മതി. എനിക്ക് ഇത്തിരി അതിന്റെ ഗ്രേവിയാ വേണ്ടേ. മുളകാ വേണ്ടത്. മുളക് ഇത്തിരി കുറച്ച് പേരെ ഞങ്ങളുടെ കുറച്ച് കൊളീഗ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇനി അവർക്ക് ഭക്ഷണം കൊടുക്കാം. വിളമ്പാൻ വേണ്ടി വന്നതാണ്. സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ എല്ലാവരും പുറത്തിരുന്ന് വർത്താനൊക്കെ പറയണം. നല്ല ചൂടാണ്. ഇപ്പോൾ ഓഗസ്റ്റ് ആയിട്ടും ഇവിടെ നല്ല ചൂടാണ് ഇപ്പോഴും. അപ്പോൾ അതാണ് ഞങ്ങൾ കുറച്ച് നേരം പുറത്തിരുന്ന് വർത്താനം പറഞ്ഞു. കുട്ടികളെ കളിക്കാൻ തുടങ്ങി.
അങ്ങനെ ഞങ്ങളുടെ ഓണസദ്യയൊക്കെ കഴിഞ്ഞു. ശേഷാതെ ആ പിള്ളേര് സമാധാനത്തിൽ കളിച്ചുകൊണ്ടിരുന്നാണേ. ശേഷാദിന് പടി കിട്ടും. ആ അങ്ങനെ വൈകിട്ട് 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളത് കോഫിയൊക്കെ കുടിച്ച് പുറത്തിരുന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും പോവാറായി. ഇപ്പം ഞങ്ങൾ ഇനി 2 ഫാമിലി അമ്പാല വരയ്ക്കും പോകണം. അപ്പോൾ പോകാനുള്ള ഒരുക്കത്തില്ല. അതിനിടയ്ക്ക് കൂടി ഞങ്ങളിരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തിരിച്ച് അമ്പാല വരെ പോവാം. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഹനി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക. ഹനിക്ക് അവിടുന്ന് വരാനുള്ള മനസ്സേ ഉണ്ടായില്ല. ഇനിയും കളിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളും 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി 7:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.